കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം അതിദരിദ്ര സംസ്ഥാനത്തിൽ നിന്നും മാറി എന്നൊരു പ്രഖ്യാപനം നടത്തിയുണ്ടായി. എത്ര ശുദ്ധ അസംബന്ധമാണത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ പ്രഖ്യാപിച്ച ആളുകളും അവരുടെ അണികളും സമ്പന്നരിൽ നിന്ന് അതിസമ്പന്നരായി മാറി എന്നുള്ളതാണ് കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ടുണ്ടായത്. 10 വർഷം മുമ്പ് പിണറായി സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരോടും പാവപ്പെട്ടവരോടും പറഞ്ഞത് എന്താണ്? ഇവിടെ വിലക്കയറ്റം ഉണ്ടാവില്ല, വിലകൾ ഞങ്ങൾ പിടിച്ചു നിർത്തും. എന്നിട്ടോ ഇപ്പോൾ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, എല്ലാ സാധനങ്ങളുടെയും വില ഇരട്ടിയും 2 ഇരട്ടിയും 3 ഇരട്ടിയുമായി മാറി എന്നുള്ളതാണത്. 75 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന മത്തി ഇന്ന് 350 400 രൂപയായി. 28 രൂപയുണ്ടായിരുന്ന പാല് ഇന്ന് 60 രൂപയായി മാറി. അങ്ങനെ എല്ലാ സാധനങ്ങളുടെയും വില കുതിച്ചു കയറി എന്നുള്ളതാണത്. പട്ടിണിയാണെന്ന് മാത്രമല്ല, ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിലുള്ളത്. എന്നിട്ട് പറയുകയാണ് അതിദരിദ്രരെ ഇല്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവരുടെ വോട്ട് മേടിക്കാനായിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണത്.